അടുത്ത അൻവർ മച്ചാൻ ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. ലഡാക്കിലുള്ള പെർമിറ്റ് അവിടെ എത്തിയിട്ട് എടുക്കുമ്പോൾ കൂടുതൽ പെർമിറ്റ് കോപ്പി ആവശ്യമുണ്ടോ? അങ്ങനെയാണെങ്കിൽ അതിനുള്ള സൗകര്യം അവിടെ ലഭ്യമാണോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ. ഹായ് മച്ചാമാരെ, അപ്പം റൈഡർ സ്ലേറ്റ് ബോയ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ മറ്റൊന്നുമല്ല, നമ്മുടെ ലഡാക്ക് സംബന്ധമായിട്ടുള്ള വീഡിയോസിലെല്ലാം കുറച്ച് ഡൗട്ടും കാര്യങ്ങളും എല്ലാം കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പം അതിനകത്ത് നോട്ട് ചെയ്ത ഒരു 2-3 ഡൗട്ട് നമ്മൾ ഇന്ന് ക്ലിയർ ചെയ്യാൻ പോവുകയാണ്. അപ്പം എല്ലാവർക്കും വീഡിയോയിലോട്ട് സ്വാഗതം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ അടുത്ത വീഡിയോ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നമ്മൾ റൈഡ്, അതുപോലെ ലഡാക്ക് യാത്ര, അതൊക്കെ സംബന്ധമായിട്ടുള്ള വീഡിയോകളാണ് കൂടുതലായും ചെയ്യുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. മുഹമ്മദ് ഫഹദ് മച്ചാൻ ചോദിച്ചൊരു ഡൗട്ടാണ്. ബ്രോ, ലഡാക്കിൽ എത്തിയാൽ ബ്രീത്തിങ് പ്രോബ്ലം എങ്ങനെ തരണം ചെയ്യാം? നല്ലൊരു ക്വസ്റ്റ്യനാണ്. അപ്പം എല്ലാവർക്കും അറിയാം, ഈ ലഡാക്ക് എന്ന സ്ഥലം ഹൈ ആറ്റിറ്റ്യൂഡ് ഏരിയയാണ്. അവിടെ നമുക്ക് ഓക്സിജൻ്റെ അളവ് വളരെ കുറവാണ്. അവിടെ ചെല്ലുന്ന സമയത്ത് ബ്രീത്തിങ് ഇഷ്യൂ ചിലവർക്ക് പിടിപെടാം, ചിലവർക്ക് പിടിപെടത്തില്ല. അപ്പം ഈ ഒരു ആസ്മ ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ ചിലപ്പം പേടിയാകാൻ സാധ്യതയുണ്ട്. അപ്പം എങ്ങനെ തരണം ചെയ്യാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും 2 വഴികളാണുള്ളത്. ഒന്ന് ഡയമോക്സ് ഗുളിക, 2 പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓക്സിജൻ സിലിണ്ടർ. ഓക്സിജൻ സിലിണ്ടർ ചെറിയ വിലയ്ക്ക് നമുക്ക് മേടിക്കാൻ കിട്ടും. 500 രൂപയ്ക്ക് അകത്ത് ഓക്സിജൻ സിലിണ്ടർ മേടിക്കാൻ കിട്ടും. കൊച്ചു പോർട്ടബിളായിട്ടുള്ള സിലിണ്ടർ മേടിക്കാൻ കിട്ടും. അത് കയ്യിൽ മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു വലിയ കലശലായിട്ടുള്ള ഒരു ബ്രീത്തിങ് ഇഷ്യൂ വരുവാണെങ്കിൽ നമുക്ക് സഡനായിട്ട് അത് യൂസ് ചെയ്ത് മാറ്റാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ഡയമോക്സ് എന്ന് പറയുന്ന ഗുളിക സഡൻ ആക്ഷനുള്ളൊരു ഗുളികയാണ്. ഇത് കഴിച്ചു കഴിഞ്ഞാൽ 1-2 മിനിറ്റിനുള്ളിൽ തന്നെ നമ്മൾ പെട്ടെന്ന് റിക്കവർ ആവും. അങ്ങനെ റിക്കവർ ആയി കഴിഞ്ഞാൽ ഉടനെ തന്നെ ആ ഒരു റീജിയനിൽ നിന്നും താഴേക്ക്, ആ ഹൈറ്റ് കൂടിയ സ്ഥലത്ത് നിന്നും ഹൈറ്റ് കുറഞ്ഞ സ്ഥലത്തേക്ക് എത്താൻ ശ്രമിക്കുക. പിന്നീട് മെയിനായിട്ട് ബ്രീത്തിങ് ഇഷ്യൂ വരാൻ കാരണം അവിടെ ചെന്നിട്ട് ഓടയും ചാടയും ഒരുപാട് സ്ട്രെയിൻ എടുത്തു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ബ്രീത്തിങ് ഇഷ്യൂ വരാൻ സാധ്യതയുണ്ട്. കാരണം അവിടെ ഓക്സിജൻ്റെ അളവ് വളരെ കുറവാണ്. അപ്പം ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യന് ഉത്തരമായിട്ട് പറയാനുള്ളത്. പ്രധാനമായിട്ട് ഡയമോക്സ് എന്ന ഗുളികയും കയ്യിൽ കരുതിയേക്കുക. വില വളരെ കുറവാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഓവറായിട്ട് പേടിയുണ്ട്, ഇത് കണക്ക് എനിക്ക് ബ്രീത്തിങ് ഇഷ്യൂ വരും എന്നൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളൊരു 2-3 പേര് കൂടി 500 രൂപയ്ക്ക് താഴെ നിൽക്കുന്ന ഒരു പോർട്ടബിൾ ഓക്സിജൻ സിലിണ്ടർ കയ്യിൽ മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ അതും നമുക്ക് തരണം ചെയ്യാം. അടുത്ത അൻവർ മച്ചാൻ ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. ലഡാക്കിലുള്ള പെർമിറ്റ് അവിടെ എത്തിയിട്ട് എടുക്കുമ്പോൾ കൂടുതൽ പെർമിറ്റ് കോപ്പി ആവശ്യമുണ്ടോ? അങ്ങനെയാണെങ്കിൽ അതിനുള്ള സൗകര്യം അവിടെ ലഭ്യമാണോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ. ഇതാണ് ലഡാക്ക് പെർമിറ്റ്. ഇപ്പം നമ്മൾ ഓരോ സ്ഥലത്തെത്തുമ്പോഴും ഈ ഒരു പെർമിറ്റിൻ്റെ കോപ്പി അവിടെ ഹാജരാക്കണം. എന്നാൽ മാത്രമേ നമ്മൾ അവിടോട്ട് കയറ്റി വിടത്തുള്ളൂ. ഇപ്പം ഒരു പെർമിറ്റിന് ഇപ്പം നമുക്ക് പാങ്കോങ്ങിലേക്ക് പോകാനായിട്ട് ഒരു പെർമിറ്റ് ആവശ്യമുണ്ട്. അതുപോലെ നുബ്ര വാലി പോകാനായിട്ട് ഒരു പെർമിറ്റ് ആവശ്യമുണ്ട്. ഓരോ സ്ഥലങ്ങൾക്കും ഓരോരോ പെർമിറ്റാണുള്ളത്. അത് ഓരോരോ സ്ഥലത്തിൻ്റെ സീല് പതിച്ചാണ് നമ്മുടെ കയ്യിൽ തരുന്നത്. ആ കയ്യിൽ തരുന്ന സാധനത്തിന് ഒരു പാങ്കോങ് ലേക്കാണെങ്കിൽ അതിൻ്റെ ഒരു 2-3 കോപ്പി എടുത്ത് കയ്യിൽ വെച്ചേക്കുക. അതുപോലെ നുബ്ര വാലി ആണെങ്കിൽ നുബ്ര വാലിയുടെ ഒരു 2-3 കോപ്പി എടുത്ത് കയ്യിൽ വെച്ചേക്കുക. കാരണം അവിടെയുള്ള ഓരോ ചെക്ക് പോസ്റ്റിലും നമുക്ക് ഓരോ കോപ്പി കൊടുത്താൽ മാത്രമേ അവിടുന്ന് അകത്തോട്ട് കയറ്റി വിടത്തുള്ളൂ. അപ്പം നമുക്ക് ടോട്ടൽ എത്ര സ്ഥലങ്ങൾ കവർ ചെയ്യണം, അതിനുള്ള ആ ഒരു സ്ഥലത്തിൻ്റെ പെർമിറ്റിൻ്റെ പേര് സീലടിച്ച കോപ്പി ആയിരിക്കും ഒറിജിനലായിരിക്കും നമ്മുടെ കയ്യിലിരിക്കുന്നത്. അതിൻ്റെ കോപ്പി 3-4 എടുത്ത് കയ്യിൽ വെച്ചേക്കുക. അതിനുള്ള സൗകര്യം അതിനടുത്ത് തന്നെ ഉണ്ട്. ഇല്ലെങ്കിൽ ആ അടുത്തുള്ള ഫോട്ടോഷോപ്പ് കട തിരക്കി ഫോട്ടോസ്റ്റാറ്റ് എടുത്തതിന് ശേഷം മാത്രം മുന്നോട്ട് യാത്ര തിരിക്കുക. കാരണം നമ്മൾ അവിടെ എത്തുന്ന സമയത്ത് നമുക്ക് കയ്യിൽ കൊടുക്കാൻ കോപ്പി ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ മുന്നോട്ടുള്ള യാത്രയെ അത് സാരമായിട്ട് ബാധിക്കും. നമ്മുടെ ഈ ചെക്ക് പോസ്റ്റിൻ്റെ സ്ഥലത്ത് ചിലപ്പം ഫോട്ടോസ്റ്റാറ്റ് കട അവൈലബിൾ ആയിട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ ചെന്നിട്ട് നമുക്ക് അവരുടെ കയ്യിൽ കൊടുക്കാനായിട്ട് ഫോട്ടോസ്റ്റാറ്റ് എടുക്കാനായിട്ട് ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് നിങ്ങൾ ഈ പെർമിറ്റ് എടുക്കുന്നിടത്ത് നിന്ന് തന്നെ മാക്സിമം ഫോട്ടോസ്റ്റാറ്റ് എടുത്തിട്ട് പോകും. മറ്റൊരു ശ്രദ്ധയിൽപ്പെട്ട ഒരു ഡൗട്ടാണ്. കേരള ടു ലഡാക്ക് പോയിട്ട് വരാൻ എത്ര ദിവസം എടുക്കും? ഇത് ചോദിച്ചത് എൻഫീൽഡ് ബൈക്കർ എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിൽ നിന്നാണ് ചോദിച്ചേക്കുന്നത്. നമുക്ക് എങ്ങനെ യാത്ര ചെയ്യണം എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് എത്ര ദിവസം വേണ്ടി വരുമെന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നമുക്ക് ഓടി ലഡാക്ക് എത്തി ഒന്ന് കണ്ട് മതിയാക്കി തിരിച്ചു വരാനാണെങ്കിൽ തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും റൈഡ് ചെയ്ത് വരാൻ മിനിമം 1 മാസം എടുക്കും. അതുപോലെ ചില സമയത്ത് നമ്മൾ ട്രെയിനിൽ കയറ്റി 1 സൈഡ് പോകാറുണ്ട്. ബാക്കി 1 സൈഡ് റൈഡ് ചെയ്ത് വരികയാണെങ്കിൽ ഒരു 25 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ പ്രധാനമായിട്ട് നമുക്ക് പ്രധാന സ്ഥലങ്ങൾ, അതുപോലെ തന്നെ പ്രധാന ആഹാരങ്ങൾ, ഇവയെല്ലാം എക്സ്പ്ലോർ ചെയ്ത് പോവുകയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും റൈഡ് ചെയ്ത്
എക്സ്പ്ലോർ ചെയ്ത് പോവുകയാണെങ്കിൽ ഒരു 35 ദിവസം കാൽക്കുലേഷൻ ചെയ്ത് തന്നെ പോകണം. കാരണം ഒരുപാട് സ്ഥലങ്ങൾക്ക് നമുക്ക് ഈ പോകുന്ന വഴി എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. ഒരുപാട് സ്ഥലങ്ങൾ, നല്ല നല്ല കാഴ്ചകൾ വിരിക്കുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അവിടെയൊക്കെ പോയി ആ കാഴ്ചകളെല്ലാം കണ്ട് നമുക്കറിയാത്ത ആഹാര ശൈലിയാണ് അവിടുത്തേക്ക്. ആ ആഹാര ശൈലി എല്ലാം ടെസ്റ്റ് ചെയ്ത് ആ ആ ഒരു യാത്രയോട് ഇണചേർന്ന് പോവുകയാണെങ്കിൽ ഈ ഒരു 35 ദിവസം മിനിമം എടുക്കുമെന്നതാണ് എൻ്റെ ഒരു യാത്രയിൽ നിന്നും എനിക്ക് കിട്ടിയ ഒരു പാഠം. അടുത്തതായിട്ട് വന്നൊരു ഡൗട്ടാണ്, വണ്ടിയുടെ രജിസ്റ്റേർഡ് ഓണർ ഉണ്ടാകണം എന്ന് നിർബന്ധമുണ്ടോ? മനു കൃഷ്ണനാണ് ഇത് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഞങ്ങളുടെ കൂട്ടത്തിൽ രജിസ്റ്റേർഡ് ഓണർ അല്ലാത്ത ഒരു 2-3 ബൈക്ക് ഉണ്ടായിരുന്നു. അപ്പം നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഡൊമിനോർ ഓൻ്റെ അളിയൻ്റെ ആയിരുന്നു ആ വണ്ടി. പക്ഷേ ഞങ്ങൾ പോയ സമയത്തൊന്നും ആരും ഞങ്ങളോട് ബുക്കും പേപ്പർ ചോദിച്ചിരുന്നില്ല. പക്ഷേ നിങ്ങൾ പോകുമ്പം അങ്ങനെ ആയിരിക്കണമെന്നില്ല. നമ്മൾ കർത്തുങ്കല ടോപ്പിലോട്ട് കയറുന്ന സമയത്ത് ഒരു റെൻ്റ് ലോബിയുണ്ട്. അവർ ചില സമയങ്ങളിൽ തടഞ്ഞു നിർത്താറുണ്ട്. ഞങ്ങൾക്ക് ആ ഒരു സമയത്ത് അവരെ കണ്ടതുപോലുമില്ല. പക്ഷേ ഒരുപാട് പോയവർ അനുഭവം പറയുന്നത് അവർ തടഞ്ഞു നിർത്താറുണ്ട്. പക്ഷേ നമ്മൾ KL രജിസ്ട്രേഷൻ വണ്ടിയാണ് എന്നുണ്ടെങ്കിൽ ഒരുപാട് സീനൊന്നും ഉണ്ടാവാറില്ല. പിന്നെ അല്ലാതെ ബാക്കിയുള്ള പോലീസിൻ്റെ ഭാഗത്തു നിന്നും അങ്ങനെ ഒരു ഇഷ്യൂസും കാര്യങ്ങളും ഉണ്ടായതായിട്ടൊന്നും അറിവില്ല. പിന്നെ മാക്സിമം സ്വന്തം വണ്ടിയിൽ തന്നെ പോകാൻ ശ്രമിക്കുക. പിന്നെ നമ്മുടെ റിലേറ്റീവ് അച്ഛൻ്റെ അമ്മയുടെ പേരിലുള്ള വണ്ടിയാണെങ്കിൽ ജസ്റ്റ് അവരുടെ ഒരു ID കാർഡ്, കാരണം വെച്ചാൽ നമ്മുടെ ID കാർഡിൽ അവരുടെ പേര് കാണുമല്ലോ, അപ്പോൾ അവരുടെ ആ ഒരു ID പ്രൂഫിൻ്റെ കോപ്പിയോ എന്തെങ്കിലും ജസ്റ്റ് കയ്യിൽ കരുതിയിരിക്കുന്നത് വളരെ നന്നായിരിക്കും. ഡിയോ കൊണ്ട് പോകുന്നതിനെ പറ്റി എന്താ അഭിപ്രായം എന്ന് ഷിയാസ് പരവൂർ ചോദിച്ചൊരു ഡൗട്ടാണ്. അപ്പം ഡിയോ വണ്ടി, ഏത് വണ്ടി കൊണ്ടും നമുക്ക് അവിടെ പോകാമെന്ന് ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു. പക്ഷേ ഇങ്ങനെയുള്ള ടെറൈനാണ് അവിടെ കൂടുതലും, ഓഫ് റോഡാണ്. അതുപോലെ ചില സമയങ്ങളിൽ നമ്മൾ വാട്ടർ ക്രോസ് ചെയ്യേണ്ടി വരും. ഈ സ്ഥലങ്ങളിലൊക്കെ വണ്ടി നന്നായിട്ട് ആ ഗ്രൗണ്ട് ക്ലിയറൻസിൻ്റെ ഒരു സാന്നിധ്യം നമ്മളെ ആഗ്രഹിക്കുന്നൊരു സമയമാണ്. കാരണം ഈ ഒരു ഡിയോ ബൈക്കൊക്കെ ചില സമയങ്ങളിൽ കല്ലിൻ്റെയൊക്കെ മണ്ടയിൽ കയറി കുടുങ്ങി പോകാനൊക്കെ സാധ്യതയുണ്ട്. പക്ഷേ അതുകൊണ്ട് പോകുന്നതിൽ ഒരു പ്രശ്നവുമില്ല. നമ്മുടെ നബീൽ ലാലു ഡിയോ കൊണ്ട് ഈ ഇന്ത്യ മുഴുവൻ ചുറ്റിക്കണ്ടൊരു വ്യക്തിയാണ്. അപ്പം ഡിയോ കൊണ്ട് പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പോകാൻ പറ്റും. പക്ഷേ ബാക്കി CC കൂടിയ ഫ്യൂൽ ഇഞ്ചക്ഷൻ വണ്ടികൾ തരുന്നൊരു പെർഫോമൻസോ തരുന്നൊരു കംഫോർട്ടോ ആ വണ്ടി തരില്ല എന്ന് വേണം പറയാൻ. മാഗിയെക്കാട്ടിയും നല്ലത് അവിലല്ലേ എന്ന് ഒരു ഷജീർ മച്ചാൻ നമ്മുടെ അടുത്ത് ചോദിച്ചിരുന്നു. അപ്പം ഇതിനെപ്പറ്റി പറയാനാണെങ്കിൽ മച്ചാൻ ചോദിച്ചൊരു നല്ലൊരു ക്വസ്റ്റ്യനാണ്. അപ്പം നമുക്ക് നമ്മുടെ ആ ഒരു യാത്രയിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ലഡാക്ക് റീജിയനിൽ കഴിച്ചതും ഈ ഒരു മാഗി എന്നൊരു ആഹാരമാണ്. കാരണം റേറ്റ് കുറവുള്ളതും കഴിക്കാൻ കിട്ടുന്നതിൽ നമുക്ക് സംതൃപ്തിയോട് കഴിക്കാൻ പറ്റുന്നത് ഇതും മാത്രമേ ഉള്ളായിരുന്നു ആ ഒരു ടൈമിൽ, ആ ഒരു റീജിയനിൽ. അപ്പം ഞങ്ങൾക്ക് വന്ന വഴി ഒരു മലയാളി കുടുംബത്തെ ഞങ്ങൾ വഴിയിൽ വെച്ച് കണ്ടിരുന്നു. അപ്പോൾ അവർ കാറിലാണ് വന്നത്. അവർ ഒരുപാട് അവിലും കാര്യങ്ങളും എല്ലാം കൊണ്ടുവന്നിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് വഴിയിൽ വെച്ചിട്ട് ഞങ്ങൾ മലയാളികളെ എല്ലാവരും കണ്ടതിൻ്റെ സന്തോഷത്തിൽ അവർ കൊണ്ടുവന്ന അവിലിൽ നിന്നും 2 കവർ അവിൽ, നമ്മുടെ വ്ളോഗിൽ നമ്മളത് ചെയ്തിട്ടുണ്ട്, അവർ തന്ന ഒരു സന്തോഷം. നമുക്ക് 2 കവർ അവിലും ഒപ്പം തന്നെ ഒരു 4-5 കവർ മിച്ചറൊക്കെ തന്നിരുന്നു. നമുക്കത് ഭയങ്കര സന്തോഷമായി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ടൈമിൽ നമ്മളതൊക്കെ ആഗ്രഹിച്ചിരിക്കുന്നൊരു സമയമായിരുന്നു. അപ്പോൾ മച്ചാൻ ചോദിച്ചത് വളരെ കറക്റ്റാണ്. കാരണം ഈ മാഗിയെക്കാട്ടിയും ഒരുപാട് നല്ലത് തന്നെയാണ് അവിൽ, അതുപോലുള്ള കൊച്ചു ഈ ബദാം പരിപ്പ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഈ ഒരു സമയത്ത് നമുക്ക് കഴിക്കാൻ ഏറ്റവും നല്ലത് ഹെൽത്തി ആയിട്ടുള്ളതും ആ ഒരു ഭക്ഷണ പദാർത്ഥങ്ങളാണ്. ഒപ്പം തന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ കുറച്ച് സ്നാക്സോ കാര്യങ്ങളൊക്കെ ബാഗിൽ കരുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ എത്തുന്ന ടൈമിൽ നല്ല രീതിയിൽ പ്രയോജനപ്പെടും. അത് നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി, മനസ്സിലാവും. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞായിരുന്നു മാഗി പ്രിപ്പയർ ചെയ്ത് കഴിക്കുന്നതൊക്കെ കാര്യം. അപ്പം അങ്ങനെയുള്ള അതിൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് അവിൽ. അതുപോലെ അങ്ങനെ ഉണ്ടാക്കി കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ കൊണ്ടുപോവുക. ഒപ്പം തന്നെ നിങ്ങൾ കുറച്ച് സ്നാക്സും കാര്യങ്ങളെല്ലാം കയ്യിൽ വെച്ചിരുന്നു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഒരുപാട് കൂട്ടുകാർ ഒരുപാട് സംശയങ്ങൾ ഇനിയും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ തുടർന്നുള്ള വീഡിയോകളിൽ നമ്മൾ ആ ഒരു സംശയത്തിന് നമുക്ക് അറിയാവുന്ന രീതിയിൽ നമ്മൾ മറുപടി തരാൻ ശ്രമിക്കും. ഒപ്പം ഈ ഒരു വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുമെന്ന് ഞാൻ കരുതുന്നു. ഒപ്പം തന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അതിനുള്ള റിപ്ലൈ കാര്യങ്ങളെല്ലാം അടുത്ത വീഡിയോയിൽ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ കൂട്ടുകാരിലോട്ടും കൂടി എത്തിക്കാൻ ശ്രമിക്കുക. ഈ യാത്ര കൊതിച്ചിരിക്കുന്ന ഒരുപാട് മനസ്സുകളുണ്ട്. അവർക്ക് വലിയൊരു ബലവും പ്രചോദനവും ഒക്കെ ആവുന്നത് ഇങ്ങനെയുള്ള ഒരുപാട് വീഡിയോകളാണ്. അപ്പം ഇനിയും വീഡിയോ ചെയ്യാനുള്ള സപ്പോർട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ചെയ്യുന്ന ആ ഒരു സബ്സ്ക്രൈബ്, നിങ്ങൾ ചെയ്യുന്ന കമൻറ്റൊക്കെയാണ്. അപ്പം നിങ്ങളുടെ ഒരുപാട് സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ട് ഈ വീഡിയോ നിർത്തുകയാണ്. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. ഒപ്പം തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം നമ്മൾ വണ്ടി സംബന്ധമായിട്ടുള്ള വണ്ടി ഭ്രാന്തന്മാർക്ക് വേണ്ടി മാത്രമുള്ളൊരു ചാനലാണ് ഈ റൈഡർ സ്ലീറ്റ് ബോയ് എന്ന് പറയുന്നത്. നമ്മൾ വണ്ടി റിവ്യൂവും പുതിയ വണ്ടികളുടെ കാര്യങ്ങളും പിന്നെ അതുപോലുള്ള വ്ളോഗുകളും
അങ്ങനെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുന്ന കുറച്ച് വീഡിയോകളാണ് നമ്മൾ ഈ ചാനൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നതും ഉൾപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതും. അപ്പോൾ എന്തായാലും നിങ്ങളുടെ സജഷൻസ്, നിങ്ങളുടെ കാര്യങ്ങളും എല്ലാം എനിക്ക് കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഞാൻ അതിനനുസരിച്ച് എൻ്റെ ചാനൽ മാറ്റിയെടുക്കാൻ ശ്രമിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാൻ മച്ചാമാരെ, സൈൻ ഓഫ് ചെയ്യുകയാണ്. ഓക്കെ, ബൈ.